ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിരുന്നില്ലേ, അപ്പം ഞായറാഴ്ച കല്യാണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്താണ് കേട്ടോ കല്യാണം. ഞങ്ങളുടെ ഒരു അനിയത്തിയുടെ കല്യാണം തന്നെയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച പോയി. പിന്നെ ഇതാ ഞായറാഴ്ച രാവിലെ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. കല്യാണം കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. മേമയൊക്കെ വന്നിട്ടുണ്ട്, അനിയത്തിയൊക്കെ പിന്നെ തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അനിയത്തിയുടെ സാരിയാണ് കേട്ടോ. ഈ ഒരു സാരി നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളറ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ സാരി. അങ്ങനെ അവൾ അത് ഉടുപ്പിച്ച് തന്നു. തലേ ദിവസം പ്ലീറ്റ്സൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ വഴുകി കേട്ടോ വീട്ടിലേക്ക് എത്താൻ. നേരെ മേലത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കല്യാണം. പക്ഷേ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കണ്ടു നിന്ന് അങ്ങനെ വഴുകി. അതുകൊണ്ട് തലേ ദിവസം ഒന്നും എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ അവൾ തന്നെ രാവിലെ എടുത്ത് വന്നു കേട്ടോ സാരിയൊക്കെ. അപ്പോൾ അത് ആ മേമയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് മാമൻ്റെ മോനാണ് ശോഭിൻ. മുന്നത്തെ ഒരു വീഡിയോയിലൊക്കെ അവരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മുഹൂർത്തത്തിൻ്റെയൊക്കെ താലികെട്ടിൽ ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ മേലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനുമോളും പൊന്നും പിന്നെ അതാ മാമൻ്റെ കുട്ടിയാണ് കേട്ടോ ഒരാൾ, പിന്നെ ഒരാൾ മേമയുടെ കുട്ടിയാണ്. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മായിമാരൊക്കെ വരും. പിന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്നെല്ലാം ചേച്ചിമാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. അവിടെയൊക്കെ ഉണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് സാരി ഉടുപ്പിച്ച് തരാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ മോനാണെങ്കിൽ അവന് രാവിലത്തെ ആ ഒരു വാശി, കുട്ടികളല്ലേ, അപ്പോൾ ആ ഒരു വാശിയും അതിൻ്റെയൊക്കെ ഒരു തിരക്കിൽ അവൾ എങ്ങനെയൊക്കെ ഉടുപ്പിച്ച് തന്നു കേട്ടോ. പക്ഷെ അവൾക്ക് നന്നായിട്ട് സാരി ഉടുക്കാനറിയാം കേട്ടോ, ഉടുപ്പിച്ച് തരാനറിയാം. അപ്പോൾ എനിക്ക് എടുത്തു തന്നു. പിന്നെ ഏടത്തിയമ്മയ്ക്കും ഉടുപ്പിച്ച് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. ഏടത്തിയമ്മയ്ക്കും അറിയില്ല സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു തിരക്ക്, രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അനുമോളുടെ മുടിയിൽ കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവൾ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ ഒതുക്കി കെട്ടി കൊടുത്തിട്ട് അവളെയാണ് പറഞ്ഞു വിട്ടു കേട്ടോ. ഏടത്തിയമ്മയാണ് ആദ്യമോൾക്കും അനുമോൾക്കൊക്കെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ മേലത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ കല്യാണം, ഓഡിറ്റോറിയത്തിലൊന്നുമല്ല. ഇത് പിന്നെ അടുത്ത വീട്ടിലത്തെ ഏട്ടനാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാണ വീഡിയോ. അത് വെറുതെ ഉണ്ട് അജീഷേട്ടൻ്റെ. പിന്നെ ഇതും ഒരു ഏട്ടനാണ് കേട്ടോ, നമ്മുടെ പരിചയത്തിലുള്ള ഒരു ഏട്ടനാണ്. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഉള്ളൂ എല്ലാവരെയൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റുക. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ്. വീട്ടിലിതാ റോസാ ചെടിയിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡാലിയ ചെടിയിലും ഒക്കെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അനിയനിതാ പുറപ്പെട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കുറച്ച് മുന്നേ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ റെഡിയാവലും ഒക്കെ കഴിഞ്ഞ് മുഹൂർത്തത്തിൻ്റെയൊക്കെ ആ ഒരു സമയം ആകുമ്പോഴത്തേനും പോകാമെന്ന് എഴുതി കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ട് അവർ ഓരോരോ വാശിയിലൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തായാലും റെഡിയായി. ഞങ്ങൾ അവിടെ കല്യാണ വീട്ടിലെത്തി കേട്ടോ. മേലത്തെ വീട്ടിലാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ താലികെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേജിൽ അങ്ങോട്ട് വല്ലാണ്ട് ലൈറ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് നേരെ അങ്ങോട്ട് കാണാത്ത കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ താലികെട്ടലൊക്കെ കഴിഞ്ഞിതാ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണം ആ ഒരു തിരക്കിലാണ്. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയാണ് കേട്ടോ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഒരു അനിയനുണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. കുറച്ച് സമയം അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. പിന്നെയും അമ്മായിമാരും മാമാരും അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 അമ്മായിമാരാണ് മേമയുടെ അപ്പുറത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ഇങ്ങനെ വീഡിയോ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കണ ആ ഒരു തിരക്കിലൊക്കെയാണ്. അപ്പോൾ അമ്മ കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ അമ്മ അവിടെ കല്യാണത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ ഒന്ന് കിട്ടിയപ്പോൾ അമ്മയെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അച്ഛന് പിന്നെ അവിടെ വേറെയുള്ള തിരക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അനുമോളുടെ കമ്മൽ ഇതിന് മുന്നേ 2 വട്ടം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ്.
ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ കമ്മൽ. അപ്പോൾ ഇതിപ്പം പുതിയത് വാങ്ങിച്ചതൊക്കെയാണ്. അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കണ്ട കേട്ടോ ഏട്ടത്തിയമ്മ. പിന്നെ ഇത് അച്ഛൻ്റെ ഏട്ടൻ്റെ മകളാണ് കേട്ടോ, എൻ്റെ വലിയച്ഛൻ്റെ മകളാണ്. ചേച്ചിക്ക് 2 മക്കളാണ് കേട്ടോ ഉള്ളത്. അവർ ഇവിടെയൊന്നും അടുത്തൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ചേച്ചീനെ വീഡിയോ എടുത്തു. അപ്പോൾ അവിടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കൽ തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് ഇങ്ങോട്ടൊന്ന് പോകുന്നതാണ്. അപ്പോൾ അത് മാമൻ്റെ കുട്ടികളാണ് കേട്ടോ, ശ്രീകുട്ടി, ഉണ്ണിമോള്, അങ്ങനെ പിന്നെ അറിയുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. കല്യാണം കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവരെയും കാണാനൊക്കെ പറ്റുക. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് അങ്ങനെ നിന്നതാണ്. അപ്പോൾ അതാ കുട്ടികൾ രണ്ടാളും, അനിയത്തിയും ഏട്ടത്തിയമ്മയും, അവരൊക്കെ കുട്ടികൾ ചെറുതാവുകൊണ്ട് അവർ അങ്ങനെ എല്ലാവരും ഇടയിൽ കുറേ സമയമൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് കൊടുന്നതാണ്. ആദ്യമോളൊക്കെ പുറത്തുണ്ട് കേട്ടോ. അവിടെയും കുറച്ച് സമയം ഇങ്ങനെ നിന്നു. അനിമോൾക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറപ്പെടുന്ന ആ ഒരു സമയത്ത് മുടി കിട്ടിയപ്പോൾ അവൾ എല്ലാം കൂടെ തലയിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേയൊക്കെ മാറ്റി അതിൽ നിന്ന്. അങ്ങനെ പിന്നെ അച്ഛനത് കല്യാണത്തിൻ്റെ ഓരോ വിളമ്പലും കാര്യങ്ങളും സദ്യയാണ് കേട്ടോ ഇവിടെ ഉള്ള ഫുഡ്. അപ്പോൾ അതൊക്കെ കൊടുക്കേണ്ട ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേഗം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അമ്മ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ സദ്യയായിരുന്നു, അതെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അനിയനൊക്കെ എല്ലാവരും, ഏട്ടനും അവരെല്ലാവരും ഫുഡൊക്കെ വിളമ്പിക്കൊടുക്കണ ആ ഒരു തിരക്കിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വീട്ടിലൊന്ന് വന്നിരുന്നു കേട്ടോ. കുട്ടികളെയും കൊണ്ടൊന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഫുഡൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ വന്നപ്പോൾ ഇതൊക്കെ മാമന്മാരുടെ കുട്ടികളാണ് കേട്ടോ. അവരെല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ മീനൂട്ടീനെ ആദ്യം എടുക്കാൻ പറ്റിയില്ല. ഇത് മാമൻ്റെ മോളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവൾ നേരത്തെ കണ്ടില്ല. അവളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏടത്തിയമ്മയുടെ അമ്മയാണ് കേട്ടോ കുട്ടീനെ എടുത്ത് നിൽക്കണേ. ഏടത്തിയമ്മയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് കയറി. പെണ്ണും ചെക്കനും പോകേണ്ട ഒരു സമയത്താണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഈ കാണുന്ന 2 കുട്ടികൾ, അവരൊക്കെ അനിയത്തിമാർ തന്നെയാണ് കേട്ടോ. ഒരാൾ സ്വപ്ന, ഒരാൾ സൗമ്യ, പിന്നെ അവരുടെ അമ്മയാണ് കേട്ടോ കൂടെ ഉള്ളത്. ഈ ഒരു ഓറഞ്ച് സാരിയാണ് കേട്ടോ സ്വപ്ന, പിന്നെ ഇത് സൗമ്യ. അപ്പോൾ സ്വപ്നയുടെ മോളാണ് കേട്ടോ അത് അവരുടെ അമ്മയുടെ കൈ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സമയത്താണ് പിന്നെ പെണ്ണും ചെക്കനൊക്കെ പോകേണ്ട ആ ഒരു തിരക്ക്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഒരു അമ്മായി കൂടെ ഉണ്ട് കേട്ടോ. അമ്മായിനെ നേരത്തെ കണ്ടില്ല. പിന്നെ അവർ പോകേണ്ട ആ ഒരു സമയം പോയി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മേമയുടെ മോനാണ് കേട്ടോ ഹരിതത്ത്. അപ്പോൾ അവനാണ് കേട്ടോ അത് ഈ ഒരു വെള്ള പാൻറ്റ് ഇട്ടിട്ട് നിൽക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ഏട്ടൻ്റെ ചേച്ചിയുടെ മരുമകളാണ്. പിന്നെ കിച്ചൂട്ടൻ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കിച്ചൂട്ടൻ്റെ അവൻ്റെ അനിയത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. കൂടുതലൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ, ഒരു കല്യാണ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്